എല്ലാവർക്കും നമസ്കാരം. രാത്രി കിടക്കുമ്പോൾ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയും പക്ഷെ മനസ്സ് എപ്പോഴും ഓടി നടന്നുകൊണ്ടിരിക്കുകയും പല ചിന്തകൾ വരികയും ചെയ്യാറുണ്ടോ? ഇന്ന് രാവിലെ പറഞ്ഞ വാക്കുകൾ, നാളെയുടെ ആശങ്കകൾ, മുമ്പ് നടന്ന കാര്യങ്ങൾ, അതിൻ്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ, ഇതെല്ലാമാണോ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തരം ചിന്തകൾ വീണ്ടും വീണ്ടും വന്ന് രാത്രി നിങ്ങളുടെ ഉറക്കത്തെ കവർന്നെടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് വൈകിയാണോ നിങ്ങൾ ഉറങ്ങാറുള്ളത്? ഈ സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 8 സൈക്കോളജിക്കൽ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഉറക്കം വളരെ പെട്ടെന്ന് വരുവാനും നല്ല രീതിയിൽ ഉറങ്ങുവാനും കഴിയുന്ന 8 സൈക്കോളജിക്കൽ ടിപ്സ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. വീഡിയോയുടെ അവസാനം പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായും കാണുവാൻ മറക്കാതിരിക്കുക. നല്ല ഉറക്കം ഒരിക്കലും ഒരു സാധാരണ വിശ്രമമല്ല. നമ്മുടെ തലച്ചോറിന് അങ്ങേയറ്റം വിശ്രമം അനുവദിക്കുന്നത് തലച്ചോറിലെ മാലിന്യങ്ങളെ പുറന്തള്ളുവാനും നല്ല രീതിയിൽ പുതിയ ന്യൂറോണുകൾക്ക് ജന്മം നൽകുവാനും തലച്ചോറിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രൊഡക്ടിവിറ്റിക്കും അടുത്ത ദിവസത്തെ നല്ല ഊർജ്ജത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉറക്കം പ്രധാനമാണ്. വളരെ വേഗത്തിൽ നമുക്ക് 8 ടിപ്സുകളിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനം, കിടക്ക ഉറങ്ങുവാനായി മാത്രം ഉപയോഗിക്കുക. അവിടെ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ നോക്കരുത്. അവിടെ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കിടക്കയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ലാപ്ടോപ്പുകൾ ഉപയോഗിക്കരുത്. പുസ്തകങ്ങൾ വായിക്കരുത്. മറ്റ് കാര്യങ്ങൾക്കൊന്നും കിടക്ക ഉപയോഗിക്കരുത്. അത് ഉറങ്ങുവാൻ മാത്രം ഉപയോഗിക്കുക. ശരീരം ഉറങ്ങണം. അതായത് കിടക്കയിൽ കിടക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും സ്വയം അങ്ങനെ ഒരു ആർജവം വരണം. ഞാൻ കിടക്കുന്നത് ഉറങ്ങാനാണ് എന്നുള്ള ആർജവം. അത് വന്നാൽ ശരീരം ഉറക്കത്തിലേക്ക് താനെ വഴുതി വീഴും. രണ്ടാമത്, നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലാക്കുക എന്നുള്ളത്. ദീർഘനിശ്വാസം അല്ല ഉദ്ദേശിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ശ്വാസോച്ഛ്വാസം. 1 മിനിറ്റിൽ 5ഓ 6ഓ കൂടിപ്പോയാൽ 7ഓ 8ഓ മാത്രം ശ്വാസോച്ഛ്വാസം വരുന്ന രീതിയിൽ പതിയെ മന്ദഗതിയിൽ ശ്വസിക്കുക. ഇത് ശരീരത്തിനും മനസ്സിനും കൂടുതൽ റിലാക്സേഷൻ നൽകുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും നമ്മുടെ മനസ്സിലെ ആശങ്കകളുമെല്ലാം തലയിൽ തന്നെ സൂക്ഷിക്കുന്നതിന് പകരം ഒരു ഡയറിയിലേക്കോ ഒരു പേപ്പറിലേക്കോ എഴുതി വയ്ക്കുന്നത് മനസ്സിലെ വിഷമങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് സഹായിക്കുകയും അത് ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. ഉറങ്ങുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് ഡിജിറ്റൽ ഇടവേള എടുക്കുക. ലാപ്ടോപ്പ് ഉപയോഗിക്കരുത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പറ്റുമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക. TV നോക്കുന്നത് പോലും ഒഴിവാക്കുക. ഉറക്കം വരണം, ഉറക്കം എന്തുകൊണ്ട് വരുന്നില്ല എന്നെല്ലാം ചിന്തിക്കുന്നത് ആൻസൈറ്റി ഉണ്ടാക്കുകയും ഉറക്കത്തെ കൂടുതൽ വൈകിക്കുവാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. അതും എപ്പോഴും മനസ്സിലാക്കണം. ഉറക്കം വരുന്നില്ല, ഉറക്കം വേഗം വരട്ടെ, എനിക്കെന്താ ഉറക്കം വരാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഉറക്കം പതിയെ വരട്ടെ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. 4-7-8 എന്ന ടെക്നിക്ക് ചില സമയങ്ങളിൽ ഉപകാരപ്രദമാവാറുണ്ട്. ഇൻസോംനിയയ്ക്കും ഈ ടിപ്പ് ഉപയോഗപ്രദമാവാറുണ്ട്. അതായത് 4 സെക്കൻഡ് നേരത്തേക്ക് ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് നേരത്തേക്ക് സ്ലോ ആയി എക്സൈൽ ചെയ്യുക. ഇത് നമുക്ക് ഉറക്കത്തിന് മുമ്പ് കണ്ടിന്യൂസ് ആയി പ്രയോഗിക്കാം. കൊഗ്നിറ്റീവ് ഷഫിൾ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട്. കൊഗ്നിറ്റീവ് ഷഫിളിൽ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങളെയും സാധനങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയും കുറിച്ച് ഓർക്കുവാൻ ശ്രമിക്കുക. നമ്മളെ വിഷമിപ്പിക്കാത്ത സാഹചര്യങ്ങളെയും വ്യക്തികളെയും കുറിച്ച് ഓർക്കുവാൻ ഓർത്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. സേഫ് സ്പേസ് ഇമേജറി, സുരക്ഷിതമായ ഒരു സ്ഥലത്തിൻ്റെ ഇമേജറി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ബീച്ചോ ഒരു പാർക്കോ അതല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തെ, ഒരു ചുറ്റുപാടിനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് സഹായകരമാകും. മെഡിറ്റേഷനുകളുണ്ട്, സ്ലീപ്പ് മെഡിറ്റേഷനുകൾ, അതേപോലെ ഇൻസോംനിയ മെഡിറ്റേഷനുകൾ ധാരാളമുണ്ട്. ഓൺലൈനിൽ അവയെല്ലാം അവൈലബിൾ ആണ്. എൻ്റെ തന്നെ 2-3 മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അത് കേൾക്കുന്നതും നിങ്ങൾക്ക് ഉറക്കം വരുവാൻ സഹായിക്കും.
ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം.